കുംഭം രാശി. അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഏഴര ശനിയുടെ അവസാന ഘട്ടമായ കുടുംബശനി, അതായത് 2ാം ഭാവത്തിലെ ശനി കാലത്തിലൂടെ കടന്നുപോകുന്ന ഈ വിഷുക്കാലം കുംഭം രാശിക്കാർക്ക് ജീവിതത്തിൽ കൂടുതൽ യാഥാർത്ഥ്യബോധവും വ്യക്തമായ തീരുമാനങ്ങളും ആവശ്യപ്പെടുന്ന ഒരു സമയമാണ്. വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോഴും ഓരോ ചുവടുവെപ്പിലും വിവേകം പുലർത്തേണ്ടതുണ്ട്. എങ്കിലും മനസ്സിലെ ദീർഘകാല ആഗ്രഹങ്ങൾ സഫലമാകുന്നതിലൂടെ വലിയ ആത്മനിർവൃതി ഈ വർഷം ലഭിക്കും. ഏറെ നാളായി ആഗ്രഹിച്ച രീതിയിലുള്ള പുതിയ വീട് സ്വന്തമാക്കാൻ സാധിക്കും. മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള ഗൃഹത്തിലേക്ക് മാറുന്നതിനായി നിലവിലെ വീട് വിൽക്കാൻ അനുകൂലമായ തീരുമാനമെടുക്കും. പുതിയ വലിയ വാഹനങ്ങൾ സ്വന്തമാക്കാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ചതിലും മികച്ച വിജയം നേടാനും ഉപരിപഠനത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങാനും സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ഥാനമാറ്റത്തിനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നത് വഴി ബിസിനസ്സിലും തൊഴിലിലും മുൻപുണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. കഠിനാധ്വാനം വഴി തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ കഴിയുന്ന ഊർജം ഈ കാലയളവിൽ ലഭിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 2ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ ചില മേഖലകളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. സ്വന്തം ആരോഗ്യത്തിലും ജീവിത പങ്കാളി, മാതാപിതാക്കൾ, സന്താനങ്ങൾ എന്നിവരുടെ ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേക കരുതൽ വേണം. അസുഖങ്ങൾ മൂർച്ഛിക്കാനോ ആശുപത്രിവാസത്തിനോ സാധ്യതയുള്ളതിനാൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. സംസാരത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നത് കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ മിതഭാഷണം ശീലിക്കുക. അവിചാരിതമായ ചെലവുകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ പണം നിക്ഷേപിക്കുമ്പോൾ ആഴത്തിൽ ചിന്തിച്ച് മാത്രം തീരുമാനമെടുക്കുക. അയൽവാസികളുമായുള്ള തർക്കങ്ങളോ മറ്റ് അസ്വസ്ഥതകളോ കാരണം താമസം മാറേണ്ടി വരുന്ന സാഹചര്യമുണ്ടായേക്കാം. പ്രത്യേക നിർദ്ദേശമെന്ന് പറയുന്നത്, സ്ഥാനക്കയറ്റമോ ഉത്തരവാദിത്തങ്ങളോ വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള സാമ്പത്തികമായ മെച്ചം ഉടനടി ലഭിച്ചെന്ന് വരില്ല. എങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. പരിഹാര മാർഗങ്ങളെന്ന് പറയുന്നത്, കുടുംബത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും വെല്ലുവിളികൾ നിലനിൽക്കുന്നതിനാൽ ചിട്ടയായ ഈശ്വരഭജനം അനിവാര്യമാണ്. സാമ്പത്തിക തീരുമാനങ്ങളിലെ അവ്യക്തത നീക്കാനും കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ മുൻകരുതലെടുക്കാനും ഒരു വ്യക്തിഗത ജാതക നിരൂപണം നടത്തുന്നത് ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. ശനിദോഷ ശാന്തിക്കായി ശാസ്ത്രഭജനം നടത്തുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കാൻ ഉത്തമമാണ്. ദൃഢനിശ്ചയത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഈ വിഷുക്കാലം കൂടുതൽ അനുകൂലമാക്കാൻ സഹായിക്കും.